MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ മൊബൈലിലെ കോൺടാക്റ്റുകളൊക്കെ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സാധാരണ നിങ്ങളുടെ മൊബൈൽ കളഞ്ഞു പോവുകയോ അതല്ല നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും കംപ്ലൈൻറ്റ് വന്ന് ഡെഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് റിക്കവർ ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിലിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കോൺടാക്റ്റ് ബാക്കപ്പ് എന്ന ഈ ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ കൂടുതൽ സെറ്റിങ്സുകളോ കൂടുതൽ പെർമിഷനുകളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ കോൺടാക്റ്റ് പെർമിഷൻ മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഫസ്റ്റായി കാണാം ബാക്കപ്പ് എന്ന ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമെയിൽ, ഡിവൈസ് മെമ്മറി, പ്രിൻ്റ് എന്ന 3 ഓപ്ഷൻസുകൾ. നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണ് ഇത് വേണ്ടത് എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടുള്ളത് നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളുടെ മൊബൈലൊക്കെ കളഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID വെച്ച് നിങ്ങൾ വേറൊരു മൊബൈലിലേക്ക് ലോഗിൻ ചെയ്ത് ഈ കോൺടാക്റ്റുകളൊക്കെ തന്നെ കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളിത് ഇമെയിൽ സെറ്റ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണാം ബാക്കപ്പ് എന്ന ഒരു ഓപ്ഷൻ. നിങ്ങൾ ആ ബാക്കപ്പിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ 411 കോൺടാക്റ്റുകളാണുള്ളത്. എല്ലാം തന്നെ ഇപ്പോൾ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി അറ്റാച്ച് ഫയലിലേക്ക് ഇതൊന്ന് കൺവേർട്ട് ആവുകയാണ്. ഇപ്പോൾ എല്ലാ കോൺടാക്റ്റുകളും തന്നെ കൺവേർട്ട് ആയിട്ടുണ്ട് അറ്റാച്ച് ഫയലിലേക്ക്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് ജിമെയിലിലേക്കാണോ സെൻഡ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. നിങ്ങൾക്കിവിടെ ഏത് ജിമെയിലിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിലും ആ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ മെയിലൊക്കെ സെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എൻ്റെ മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ID ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നജ്മുൽ അറബ് എന്ന എൻ്റെ ജിമെയിൽ IDയിൽ നിന്നും എനിക്ക് മെസ്സേജ് വന്നതായി. ഇവിടെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ അറ്റാച്ച് ഫയൽ വന്നതായി കാണാൻ വേണ്ടി സാധിക്കും. ഇതിവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്കാണോ നിങ്ങളുടെ ജിമെയിൽ IDയിലേക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ MI അക്കൗണ്ടിലേക്കാണോ ഏതിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഈ രീതിയിൽ നിങ്ങളുടെ ഏതെങ്കിലും മെയിലിലേക്ക് സെൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മൊബൈൽ മിസ്സാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകളൊക്കെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് വീണ്ടും റിക്കവർ ചെയ്ത് എടുക്കുവാൻ വേണ്ടി സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.